ഹലോ ഓൾ, എല്ലാവരും ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിന് വേണ്ടി അതിഗംഭീരമായിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ക്ലാസ് 12 CBSE ബോർഡ് എക്സാം അത്രമേൽ ഈസി ഒരു എക്സാമിനേഷൻ അല്ല. ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസിയായ കാര്യമല്ല എന്ന് എല്ലാ മക്കൾക്കും അറിയാം. ഫുൾ മാർക്ക് നേടുന്നതിനായി ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് റിവിഷൻ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് കോൺസെപ്റ്റ് ക്ലാരിറ്റിയും, രണ്ടാമത്തത് റിവിഷനും. റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ നിമിഷം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് അപ്പുറത്ത് പഠിക്കുവാൻ വേണ്ടിയുണ്ട്. എങ്ങനെയാണ് റിവിഷൻ ഞാൻ ചെയ്യുക, എങ്ങനെയാണ് ഈ നിമിഷം ഞാൻ റിവൈസ് ചെയ്യുക എന്ന് എല്ലാ മക്കളും ചിന്തിക്കും, എന്നോട് ചോദിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും ഗംഭീരമായ സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ആ ഒരു കാര്യം, ഒരു മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. കംപ്ലീറ്റ് കോൺസെപ്റ്റും കംപ്ലീറ്റ് ഫോർമുലാസും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സൈലത്തിന്റെ മൈൻഡ് മാപ്സ്. സൈലത്തിന്റെ മൈൻഡ് മാപ്പിനകത്ത് ഒരു ചാപ്റ്ററിൽ ആവശ്യമുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റും കംപ്ലീറ്റ് ഫോർമുലാസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. സോ എങ്ങനെയാണ് നമുക്ക് മൈൻഡ് മാപ്പ് ആക്സസ് ചെയ്യുക, എന്തെല്ലാമാണ് മൈൻഡ് മാപ്പിനകത്ത് ഉള്ളതെന്ന് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. മൈൻഡ് മാപ്പിന് വേണ്ടി എല്ലാവരും സൈലം ആപ്പിനകത്ത് ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിന് വേണ്ടി സൈലം എക്സ്ക്ലൂസീവ്ലി ആരംഭിച്ച അഗ്നി ബാച്ച് എടുക്കുക. അതിനകത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓൾ ക്ലാസ് ആയിരിക്കും. ഇതിനകത്ത് എല്ലാ മക്കളും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ മൈൻഡ് മാപ്പാണ് ആവശ്യം, ആ കാണുന്ന സബ്ജക്റ്റാണ് നിങ്ങൾ ആദ്യമായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ മാത്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ മാത്സ് എടുക്കുക. മാത്സിനകത്ത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പാണ് ആവശ്യം, ആ കാണുന്ന ചാപ്റ്ററാണ് എല്ലാ മക്കളും എടുക്കേണ്ടത്. ഞാൻ എടുക്കുന്നു മക്കളെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ലെക്ചേഴ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ചാപ്റ്ററിൽ നമ്മൾ എടുത്ത നോട്ട്സ് എന്ന് പറയുന്നത്, ക്ലാസ്സിലെടുത്ത സ്ലൈഡ്സ് എല്ലാം തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിന് പുറമെ DPPs ഉണ്ട്, ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് MCQs ഉണ്ട്. ആൻഡ് ഫൈനലി വി ഹാവ് DPP PDF. DPP PDFിനകത്താണ് സൈലം നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ച ഒരു മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാനുള്ള മൈൻഡ് മാപ്പ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ മക്കളുടെ മൈൻഡ് മാപ്പ് എടുക്കുക. ഇതാണ് മക്കളെ സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ്. ഇതിനകത്ത് എല്ലാ മക്കളും ഓരോ കോൺസെപ്റ്റ് പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്കുള്ളത് കണ്ടിന്യൂറ്റിയാണ്. എന്താണ് കണ്ടിന്യൂറ്റിയും, അതേപോലെ തന്നെ അൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി മുതലായ എല്ലാ സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിക്ക് വരുന്നു. ആൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി, ചെയിൻ റൂൾ, എന്താണ് ഈ ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്താൻ ആവശ്യമുള്ളത്, എല്ലാ കാര്യങ്ങളും അതിഗംഭീരമായിട്ട് ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ മക്കൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാ ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ കാണുന്ന ഒരു മൈൻഡ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ആവശ്യമുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റും കംപ്ലീറ്റ് ഫോർമുലാസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചോദ്യം ഉണ്ടാകും, എനിക്കിത് പ്രിൻ്റ് എടുത്ത് വയ്ക്കാൻ വേണ്ടി സാധിക്കുമോ, എനിക്കിതിൻ്റെ കോപ്പി ആവശ്യമുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കോപ്പി എടുക്കാമെന്ന്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റൈറ്റ് സൈഡിൽ ഏറ്റവും മേലൊരു ഡോട്ട്സ് കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന ഡോട്ട് എല്ലാവരും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആപ്പിനകത്തായിരിക്കും. ഡൗൺലോഡിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും വ്യൂ ഇൻ പ്രിൻ്റബിൾ ഫോമാറ്റ്. എല്ലാവരും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. എല്ലാ മക്കളും എത്ര വേഗം തന്നെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒരു കോപ്പി എടുത്ത് ഇത് സൂക്ഷിക്കേണ്ടതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, പ്രിൻ്റ് എടുക്കുമ്പോൾ A3 സൈസിൽ അതിന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. കാരണം ഈ കാണുന്ന മൈൻഡ് മാപ്പ് A3 സൈസിലാണ് ഉള്ളത്. സോ അതിഗംഭീരമായിട്ട് തന്നെ ഈ ഒരു മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് എല്ലാ കോൺസെപ്റ്റും നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ, ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് നേടാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് വീണ്ടും ഇതേപോലെ ഒരുപാട് ഇന്നോവേറ്റീവ് സംഭവങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് നാസ് ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.